ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്യുന്ന ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള വ്ളോഗായിരിക്കും ഇത്. അതിൻ്റെ റീസൺ വേറൊന്നുമല്ല, കുറേ കാലമായിട്ടുള്ള എൻ്റെ ഒരു ഡ്രീം ട്രിപ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഡ്രീം ഡെസ്റ്റിനേഷനിലാണ് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡെസ്റ്റിനേഷൻ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും തമ്മിൽ കണ്ടപ്പോൾ. യെസ്, ഇറ്റ് ഈസ് നൺ അതർ ദാൻ ബ്യൂട്ടിഫുൾ യൂറോപ്പ്. ആൻഡ് അശ്വിനുണ്ട്. ഹായ് പറയൂ. അപ്പം കൊച്ചിയിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് ഇൻട്രോ എടുക്കണം എന്നൊക്കെ വെച്ചിട്ട് നല്ല തിരക്കായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവസാനം ഫ്ലൈറ്റിൽ നിന്ന് എടുക്കുന്നത്. ആൻഡ് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങളൊരു പാക്കേജ് എടുത്തിട്ടാണ് പോകുന്നത്. ഓൾമോസ്റ്റ് 6 to 7 കൺട്രീസ് ആണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത്. സോ ഞാൻ ഈ വ്ളോഗിൽ പോകുന്ന സ്ഥലങ്ങളും അവിടുത്തെ ബ്യൂട്ടിയും വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഷെയർ ചെയ്തത്. സ്റ്റേ ട്യൂൺ വിത്ത് മീ ഇൻ ദിസ് യൂറോപ്പ് ട്രിപ്പ്. പാരീസ് ആണ് യൂറോപ്പ് ട്രിപ്പിലെ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. സോ കൊച്ചി ടു ദുബായ് ആൻഡ് ദുബായ് ടു പാരീസ് ആയിരുന്നു ഞങ്ങൾ ഫ്ലൈ ചെയ്തത്. അങ്ങനെ ലോങ് 14 hours ജേർണിക്ക് ശേഷം വി ആർ ഫൈനലി ഗോണ ലാൻഡ് ഇൻ പാരീസ്. ആൻഡ് സി ഹൗ ഷീ വെൽക്കംഡ് us. വാവ്. വിൻഡോയിലൂടെ ആ ദൂരെ കാണുന്നത് ഐഫിൽ ടവർ ആണ് കേട്ടോ. 5 minutes ആണ് ഇതിങ്ങനെ ട്വിങ്കിൾ ചെയ്യാറുള്ളൂ. കറക്റ്റ് ആ ടൈമിലാണ് ഞങ്ങൾ ലാൻഡ് ചെയ്തത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് വി ഗോട്ട് റെഡി ടു എക്സ്പ്ലോർ ദ സിറ്റി. ഞങ്ങൾ ഈ ജേർണി ത്രൂ ഔട്ട് ഡെസ്റ്റിനേഷൻസിലേക്ക് ബസ്സിലാണ് ട്രാവൽ ചെയ്യുന്നത്. ഹിയർ വി ഗോ. പാരീസിലെത്തിയപ്പോൾ ഞാൻ ആദ്യം നോട്ടീസ് ചെയ്ത കാര്യം ഇവിടുത്തെ ബിൽഡിങ്സിൻ്റെ ഒരു കൺസ്ട്രക്ഷനാണ്. അതായത് യൂറോപ്പിൽ തന്നെ ഏറ്റവും വലിയ 4ാമത്തെ സിറ്റിയാണ് പാരീസ്. ബട്ട് ഇവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ ആസ് യു ക്യാൻ സി ഒരു പഴമ കാത്തു സൂക്ഷിക്കുന്നവയാണ്. പിന്നെ എല്ലാത്തിനും ഒരു ഓഫ് വൈറ്റ് ബീച്ച് കളറാണ്. ഇതാണ് പാരീസിലെ ഒപ്പറ ഹൗസ്. ആൻഡ് ദിസ് ഇസ് ദ പ്ലേസ് ഡി വെൻഡോ. ഫേമസ് നെപ്പോളിയൻ്റെ യുദ്ധങ്ങളിലെ വിജയം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നിർമ്മിച്ച സ്ക്വയറാണിത്. ഇപ്പോൾ ഇത് പാരീസിലെ ഏറ്റവും എക്സ്പെൻസീവ് ഹോട്ടൽസിൻ്റെയും ഫാഷൻ ബ്രാൻഡ്സിൻ്റെയും ഒക്കെ ഒരു പോയിൻ്റാണ്. അതിനിടയിൽ വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇതെന്താണെന്ന് മനസ്സിലായോ? എനി ഗസ്? ഹോൾ ഫ്രാൻസിൻ്റെ പ്രസിഡൻറ്റിൻ്റെ കോൺവോയ് പോകുന്നതാണ് ഇപ്പോൾ കണ്ടത്. പ്രസിഡൻറ്റിൻ്റെ കാറിനെ എസ്കോർട്ട് ചെയ്ത് പോകുന്നത് 1-2 വണ്ടികൾ മാത്രമാണ്. പിന്നെ ഈ കുതിരയിൽ പോകുന്നവരെ കണ്ടോ? അവരെയാണ് റിപ്പബ്ലിക്കൻ ഗാർഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊരു മന്ത്രിയോ മറ്റാണ് ഇങ്ങനെ പോയിരുന്നെങ്കിൽ കാണായിരുന്നു ബഹളം. അതെന്തെങ്കിലും ആകട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അതൊന്നുമല്ല. സോ വി റീച്ച്ഡ് അവർ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ, പാരീസിലെ വേൾഡ് ഫേമസ് ലൂവർ മ്യൂസിയം. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ആർട്ട് മ്യൂസിയം ആണ് പാരീസിലെ ഈ ലൂവർ മ്യൂസിയം. ഈ മ്യൂസിയത്തിൻ്റെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻസ് ആണ് സെൻട്രലിലുള്ള 21 meters ഈ ലോങ് ഗ്ലാസ് പിരമിഡ്. ഈ മ്യൂസിയത്തിലാണ് വേൾഡ് ഫേമസ് മൊണാലിസയെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. മൊണാലിസ മാത്രമല്ല, വേൾഡ് ഫേമസ് ആയിട്ടുള്ള കുറേ സ്കൾപ്ചേഴ്സും പെയിന്റിങ്സും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അതെല്ലാം ഒന്ന് ഓടി നടന്ന് കാണണമെങ്കിൽ തന്നെ മിനിമം 3 മാസം എടുക്കും എന്നാണ് കണക്ക്. ഈ ലൂവർ എന്നുള്ള പേര് കൊടുത്തത് കിങ് നെപ്പോളിയൻ ആയിരുന്നു. ലൂവർ മ്യൂസിയം മാത്രമായിരുന്നില്ല, ആദ്യകാലങ്ങളിൽ ഇതൊരു ഫോർട്ടായിരുന്നു. പിന്നെ ഇതൊരു പാലസ് ആക്കി മാറ്റി. ഫൈനലി ഫ്രഞ്ച് റെവല്യൂഷന് ശേഷം ഒരു മ്യൂസിയം ആക്കി കൺവേർട്ട് ചെയ്തു. സോ ഞങ്ങൾ മ്യൂസിയത്തിന്റെ അകത്തേക്ക് എൻട്രി ചെയ്യാൻ പോവാണ്. ഞാൻ നേരത്തെ ലൂവർ മ്യൂസിയം ഒരു ഫോർട്ട് ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതിന്റെ അവശേഷിപ്പുകളാണ് ഈ കാണുന്നതൊക്കെ. ഇതാണ് നൈക്കി സ്റ്റാച്യു. ഇത് വെനീസ് ഡി മൈലോ. ആൻഡ് ഇത് മൈക്കിൾ ആഞ്ചലോയുടെ ആർട്ട് വർക്ക്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കാണാൻ തുടങ്ങിയ ഒരുപാടുണ്ട് കാണാൻ. പക്ഷെ എനിക്കിന്ന് കാണാൻ ഏറ്റവും ക്യൂരിയോസിറ്റി ഉള്ളത് മറ്റൊന്നുമല്ല, മൊണാലിസയാണ്. 1911 വരെ, അതായത് ഈ മ്യൂസിയത്തിൽ നിന്ന് മൊണാലിസയെ മോഷ്ടിച്ച് കൊണ്ടുപോകുന്നത് വരെ ഇതിനത്ര പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ മോഷണമാണ് ഈ പെയിന്റിങ്ങിനെ ഇത്രയും പോപ്പുലർ ആക്കിയത്. 16ാം നൂറ്റാണ്ടിൽ ഡാവിഞ്ചി വരച്ച 4 വർഷത്തോളം കിങ് നെപ്പോളിയന്റെ ബെഡ്റൂമിൽ ഉണ്ടായിരുന്ന 500 വർഷം പഴക്കമുള്ള ദി വേൾഡ് ഫേമസ് മിസ്റ്റീരിയസ് ആൻഡ് ഫാസിനേറ്റിംഗ് പെയിന്റിംഗ് ആണ് ഞാൻ ഇപ്പോൾ കാണുന്നത്. യെസ്, ദിസ് ഇസ് ദാറ്റ് മൊമെന്റ്. ആളുകളൊക്കെ ഈ പെയിന്റിംഗ് കാണുമ്പോൾ ദേ വർ ക്രേസി ആൻഡ് ക്ലിക്കിംഗ് ഫോട്ടോസ് ലൈക്ക് എനിത്തിങ്. വാട്ട് എ ബ്യൂട്ടി. ഉഫ്, സോ 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 ഹാപ്പി ടു സീ ഹർ. വിത്ത് ദാറ്റ് ഹാപ്പിനെസ് വി ലെഫ്റ്റ് ലൂവർ. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ്റെ പേരെന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും.
7 വണ്ടേഴ്സ് ഓഫ് ദി വേൾഡിൽ ഒന്നായ ഐക്കോണിക് സിമ്പിളാണ് ഐഫിൽ ടവർ. പാരീസ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന പിക്ചർ എപ്പോഴും ഐഫിൽ ടവറിൻ്റെ ആണ്. ആൻഡ് ഇന്ന് ഇത് നേരിട്ട് കാണുമ്പോൾ അതിനടിയിൽ നിൽക്കുമ്പോൾ ഒക്കെ വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും ഒക്കെയാണ്. ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ഇറ്റ്, ബട്ട് ഇറ്റ്സ് ലൈക്ക് എ ഡ്രീം കം ട്രൂ. എൻട്രി ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിയ ശേഷം ഐഫിൽ ടവറിൻ്റെ ഏറ്റവും ടോപ്പിൽ പോകാനുള്ള ടിക്കറ്റ്സ് എടുക്കാനുള്ള ക്യൂ ആണിത്. See how the lift goes? 986 feet ഉള്ള ഹ്യൂജ് ടവറിന്റെ മേലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ഏറ്റവും ടോപ്പിലെ അഥവാ സമ്മിറ്റിലെ വ്യൂ. ദി ഹോൾ പാരീസ് സിറ്റി വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. ആ കാണുന്ന റിവർ ഇല്ലേ, അത് സെയിൻ നദിയാണ്. നമ്മൾ ഇന്ന് ഈവനിങ് സെയിൻ റിവറിലൂടെ ഒരു ക്രൂസ് റൈഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഐഫിൽ ടവർ എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് ഒരു ടവർ മാത്രമല്ല, അതിൻ്റെ ഏറ്റവും മേലെ ഫ്രാൻസിലെ പല TV ചാനൽസിൻ്റെയും റേഡിയോ സ്റ്റേഷൻ്റെയും ട്രാൻസ്മിറ്റേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് എൻട്രി ഇല്ല, പിന്നെ ഒരു വൈൻ ടേസ്റ്റിംഗ് ഷോപ്പുണ്ട്. ഓൾസോ ഈ ടവർ ഡിസൈൻ ചെയ്ത ഗുസ്താവെ ഐഫിലിന് വേണ്ടി ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ കാണുന്ന അദ്ദേഹത്തിൻ്റെയും ആൽവ എഡിസന്റെയും ഒരു വാക്സ് സ്റ്റാച്യു ആണ്. ഫൈനലി ഞങ്ങൾ മടങ്ങി. ഐഫിലിലെ ലിഫ്റ്റും ഒരു യുണീക്ക് എക്സ്പീരിയൻസ് ആണ്. ബൈ ദ വേ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ. ഓൾസോ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങൾ തരുന്ന സപ്പോർട്ട് റിയലി മാറ്റേഴ്സ് അലോട്ട്. സോ നെക്സ്റ്റ് പ്ലാൻ ഫോർ ദ ഡേ ഈസ് റിവർ ക്രൂസ് ത്രൂ ദ ഫേമസ് സെയിൻ റിവർ. ഇപ്പം സമയം അറൌണ്ട് 5:30 ഒക്കെ ആയുള്ളൂ, ബട്ട് അപ്പോഴേക്കും ഡാർക്കായി തുടങ്ങി. Bateau parisien. During the cruise, we are going to discover the main monuments of Paris. സെയിൻ നദി എന്ന് പറഞ്ഞാൽ പാരീസിന്റെ ഒരു ലൈഫ് ലൈൻ പോലെയാണ്. കാര്യം പാരീസിലെ ആളുകൾ ഡ്രിങ്കിങ് പർപ്പസിനും ഇൻഡസ്ട്രിയൽ പർപ്പസിനും യൂസ് ചെയ്യുന്നത് സെയിൻ നദിയിലെ വെള്ളമാണ്. ആൻഡ് നമുക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഫ്ലാഗ് ബെയർ ചെയ്ത് PV സിന്ധു സെയിൻ നദിയിലൂടെ പോയതാണ്. ബൈ ദ വേ, ഇത് നമ്മൾ രാവിലെ കണ്ട ലൂവർ മ്യൂസിയം ആണ്. ഇറ്റ്സ് സച്ച് എ ലവ്ലി എക്സ്പീരിയൻസ്. ഈ റിവറിലൂടെ ഇങ്ങനെ പോകുമ്പോൾ പല നൂറ്റാണ്ടുകളിൽ ബിൽഡ് ചെയ്ത ബിൽഡിങ്സും ബ്രിഡ്ജസും ഒക്കെ കാണാൻ പറ്റും. ഇൻഫാക്ട് ദ ഹോൾ പാരീസ് സിറ്റി തന്നെ ഈ റിവറിനെ ചുറ്റിപ്പറ്റിയാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. പാരീസ് ഇസ് സച്ച് എ ബ്യൂട്ടിഫുൾ ആൻഡ് റൊമാൻറ്റിക് സിറ്റി. ആൻഡ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി കാഴ്ച കൂടി കാണിച്ചു തരാം. എല്ലാ ദിവസവും ഈവനിങ് 7 മണിക്ക് ഐഫിൽ ടവർ ഒരു 5 മിനിറ്റ്സിലേക്ക് മാത്രം സ്പാർക്കിൾ ചെയ്യും. പാരീസിൽ വന്നാൽ മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ട കാഴ്ചയാണിത്. ഇന്നലെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ ദൂരേന്ന് കണ്ടു, ഇന്ന് തൊട്ടടുത്ത് കാണാൻ പോവാണ്. സോ കൗണ്ട് വിത്ത് മീ. 1, 2 and 3. We used to hang around town pretty late. I spent the week thinking about